ഡിയർ ഫ്രണ്ട്സ്, ക്യൂബ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ടൊമാറ്റോയും ഒക്കെ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാനൊരു 4 ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവാള വെച്ചിട്ടുണ്ട്, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, മല്ലിയിലയുണ്ട്. നമുക്ക് നോക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്, നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നമുക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച നമ്മളൊരു സവാള കാണിച്ചിരുന്നല്ലോ, ആ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഞാൻ ആ സവാള ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചിയൊക്കെ അങ്ങോട്ട് കൊടുക്കാം. അവർക്ക് റെസ്റ്റൊന്നും കൊടുക്കണ്ട, അവരും കൂടെ മുക്കാം, ഇവരുടെ കൂടെ വേണ്ട, ഒരുമിച്ചിരുന്ന ആളുകളല്ലേ. അപ്പോൾ ഇരിക്കട്ടെ. നമുക്ക് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കാം. ഒരുവിധം ഒന്നുകൂട്ട് വരണം, നന്നായിട്ടല്ല, ചെറുതായിട്ടൊന്നും കണ്ട് ചെറിയതായിട്ട് കളർ മാറി തുടങ്ങി. ഇപ്പം നമുക്കിതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഞാൻ കാണിച്ചിരുന്ന 4 തക്കാളി, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 6 പീസ് ബ്രെഡ് എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ, 6 പീസുണ്ട് ബ്രെഡ് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് നോക്കാം, ആയോ എന്ന് നോക്കാം. കുറേ ചെറുതായിട്ടൊന്നായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല കൂടി ഇടാം. 2 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് മുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുത്ത് ഫ്ലെയിം ആയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് മൂട്ട മല്ലിയുടെ പച്ചമണം മാറണം. നമുക്ക് അപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നമുക്ക് അതുപോലെ തന്നെ ഒരൽപ്പം ഗരം മസാല ഒക്കെ കുറച്ചിട്ടാൽ മതി. ഒരു 2 പിഞ്ചെന്ന് പറയാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഒരൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം അല്പം കഴിക്കാം, മതി. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അത് നോക്കണ്ട നിങ്ങൾ, ഇതിൻ്റെ തൊട്ട് മീതെ നിൽക്കുന്ന രീതിയിൽ കണ്ടോ, തൊട്ട് മീതെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം. ഇതൊന്ന് തിളച്ചോട്ടെ, നമുക്ക് ബാക്കി കാണാം. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ ഇറക്കി വയ്ക്കാൻ പോവാണ്. ഞാൻ ബ്രെഡ് എടുത്തിട്ട് മുറിക്കുകയാണ്, കട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തു.
തീരെ ചെറുതാക്കണ്ട. ഇങ്ങനെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചുണ്ട് ബ്രെഡ് കഷ്ണം കണ്ടോ, ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. കുറേച്ചിട്ട് കൊടുക്കാം. ഇത് എടുക്കാൻ പോവാണ് ഞാൻ. ഒരുവിധം മൂത്തിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് എടുക്കാം. ഞാനത് ഇട്ടു, അതും എടുക്കുകയാണ്. എന്നിട്ടങ്ങ് കരിപ്പിച്ച് എടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഒഴിക്കണത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നമ്മളിത് എടുക്കുമ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചെടുക്കണം. കാരണം മുഴുവൻ എണ്ണ ഒഴിച്ച് ഇത് ബ്രെഡല്ലേ വലിച്ചെടുക്കും എണ്ണ മുഴുവനും. അപ്പോൾ അതിന് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ടിടും. അപ്പോൾ അധികം എണ്ണ ഒഴിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ കുറേ എണ്ണ ഒഴിക്കേണ്ടി വരും. ഇത് ഞാൻ എടുക്കുകയാണ്. ഒരു മുട്ട എടുത്തിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. അതല്ല പച്ചമുളക് ഇടാനുള്ളവർക്ക് പച്ചമുളക് ഇടാം. ഞാൻ ഇവിടെ ദോശക്കല്ല് വെച്ചിരിക്കുകയാണ്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, അധികം ഒന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്ന് എല്ലായിടത്തോട്ട് ആക്കി കൊടുക്കാം. ഓംലെറ്റാണ് ഉണ്ടാക്കണത് ഞാൻ ഇതിനകത്ത്. പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ചീനിച്ചട്ടി, ടൊമാറ്റോ വെച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ചീനിച്ചട്ടി ഞാൻ വീണ്ടും ഇതിലോട്ട് വെച്ചു. ഇനി നമുക്ക് മുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ച് വറുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അത് നമുക്ക് പീസാക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. ഒന്ന് ചൂടാവട്ടെ ഇത് കുറച്ച്. ഈ മുട്ട കണ്ടോ, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതും കൂടെ ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോകണം. അതും ഇട്ടെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ മിക്സ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം, നിർബന്ധമില്ല. ഞാൻ ഓഫ് ചെയ്യുകയാണ്. അതീവ രുചികരമായ നമ്മുടെ ഈ പുതുപുത്തൻ വിഭവം കണ്ടോ. നമുക്ക്
ചൂടോട് ആവി വറക്കുന്നതാണ്. കണ്ടോ? ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഞാനിത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചു നോക്കാം അല്ലേ. ഒരു പീസ് മുട്ടയുടെ കഷ്ണം വന്നിട്ടുണ്ട്, ബ്രെഡും വന്നിട്ടുണ്ട്. ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇത്. ബീഫ് കഴിക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ബീഫിൻ്റെ ഒരു കസിൻ ആയിട്ട് വരും ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല, കഴിച്ചവർ പറയുന്നത് കഴിച്ച് കൊടുത്തപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ബീഫിൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സിന് പകരമായിട്ടോ ഇങ്ങനെ കഴിച്ചു. വെറും ബ്രെഡ് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കഴിച്ചാൽ ഇച്ചിരി ജോലിയുണ്ടല്ലേ, അത്ര വലിയ ജോലിയൊന്നുമല്ല. ടൊമാറ്റോ കാര്യങ്ങൾ അത്രയല്ലേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അല്ലേ. മല്ലിയില ഇടുമ്പോൾ ഇതിൻ്റെ ഭംഗി പോകരുത്, അത്രയേ ഉള്ളൂ.